ഇന്ത്യയിലേക്ക് വരികയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇന്ത്യയിലേക്ക് വരുമ്പോഴേ ഒരു കർഷകന്റെ കൃഷിയിടത്തിന്റെ മേലെ കൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഫ്ലൈറ്റ്. കാറ്റാണത്, കണ്ടാലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആളുകൾ ഇരുന്നങ്ങനെ യാത്ര പോകുന്നു. അപ്പൊ ഈ കർഷകൻ ഈ മഴും പിടിച്ചിട്ട് ഇങ്ങനെ ഈ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ നൃത്തം നിന്നിട്ടുണ്ട്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അദീമാ ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ കബീറാ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് നീ കൊടുത്ത അധികാരമേ, ഇതിന്റെ ഒരു വൽപ്പമേ, ഇതിന്റെ ഒരു വണ്ണമേ, ഇതിന്റെ ഒരു മഹത്വമേ. ചിന്തിക്കാൻ പറ്റൂലല്ലോ, വായുവിലൂടെ പോവല്ലേ, ഒരു മാസം എടുക്കുന്ന യാത്ര. അതായത് ഒരു 3000 കിലോമീറ്റർ ഒക്കെ രാവിലത്തെ 1 മണിക്കൂറിൽ കവർ ചെയ്യും സുലൈമാൻ നബിന്റെ ഫ്ലൈറ്റ്. വൈകുന്നേരം ട്രിപ്പ് അടിക്കും, ആ ട്രിപ്പിൽ ഒരു 3000 കിലോമീറ്റർ കൂടും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഇത്? ഖുർആൻ പറയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റും റോക്കറ്റും കണ്ടിട്ടൊന്നും നമ്മൾ നെട്ടൂല. എന്തെന്നറിയോ, ഇതിനപ്പുറമുള്ള മുഅ്ജിസത്തുകൾ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയതിന് ശേഷം ഇതൊക്കെ നമ്മൾ കാണുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞു, ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആ വയലിൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കി. സ്വഹീഹായ സംഭവമാണ്, നമ്മുടെ കിതാബുകൾ ഉലമാക്ക് രേഖപ്പെടുത്തിയതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം നടന്നു വരികയാണ്. കാരണം ഉറുമ്പിന്റെ ശബ്ദം കേട്ട മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. സൂറത്തുൻ നംലുണ്ട്, ഉറുമ്പ് എന്ന സൂറത്തിന്റെ പേര്. സുലൈമാൻ നബി ഉറുമ്പിന്റെ ശബ്ദം കേട്ടത്. ഹുദ്ഹുദ് എന്ന വുഡ് പെക്കർ ഹുപ്പു എന്ന് പറയുന്ന പക്ഷിയുമായി സുലൈമാൻ നബി സംസാരിച്ചതാണ് ആ ചരിത്രത്തിലുള്ളത്. മറ്റൊരു ഭാഗം, ജിന്നുകളും ശൈത്താന്മാരും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വേലക്കാരാണ്. ഒരു ജിന്ന് ഒരാളെ മേത്ത് കയറി കൂടി ആളെ ഇറക്കാനുള്ള പണി എത്ര നമുക്ക്? കോടിക്കണക്കിന് ജിന്നുകൾ സുലൈമാൻ നബിന്റെ മുമ്പിൽ ഇങ്ങനെ തലഴ്ത്തിരിക്കുന്ന പറഞ്ഞ അതുപോലെയാണ്, അനങ്ങാൻ പറ്റൂല അവർക്ക്. ശൈത്താന്മാർ മുഴുവനും സുലൈമാൻ നബിന്റെ ഖാദിമീങ്ങളാ, വിടൂല, അത്രയും കരുത്തുള്ള നബിയാണ്. പക്ഷെ എന്താ പറയാൻ പോണെന്നറിയോ? ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ വീടോ അല്ലെങ്കിൽ വലിയ സൗകര്യം സെറ്റപ്പ് കാണുമ്പോൾ ആവൂന്ന് പറയില്ലേ? അങ്ങ് കേൾക്കണോ? എന്താണ് ഏറ്റവും വലിയ ആവൂന്ന് പറയാൻ പറ്റിയ സാധനം എന്താണെന്നറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു തരികയാണ്. ആ വയലിൽ മഴുവും പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മൺവെട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ഒരു കർഷകന്റെ മുമ്പിലേക്ക് സുലൈമാൻ അലൈഹി സ്വലാം ഇയാൾ പേടിച്ചു. ഇങ്ങനൊരു VIP ഇറങ്ങി വരെ, പഠിച്ചവനെ, സുലൈമാൻ നബിയാണ് റബ്ബേ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്തു പറ്റി? മാതാ ഖുൽത്, നിങ്ങൾ എന്തേ പറഞ്ഞെന്ന് ചോദിച്ചു. മുമ്പ് പേടിച്ചു. റബ്ബേ ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ ഖൈറ, ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, പറയൂ നിങ്ങൾ എന്താ പറഞ്ഞത്? പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ കബീറാ. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് എത്ര വലിയ അത്ഭുതമാണ്, അധികാരമാണ് റബ്ബേ നീ കൊടുത്തത് എന്നാണ് സുലൈമാൻ നബിയെ ഞാൻ പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിപ്പിക്കാൻ വന്നതല്ല, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഖൗലുക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് അല്ലാഹു നൽകുന്ന സർവാധികാരത്തെക്കാളും വലുത് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്റാണ്. അതാണ് സുലൈമാൻ നബിന്റെ പ്രത്യേകത. പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പൊന്തം വിട്ട് നടക്കല്ല. അമ്പിയാക്കന്മാർ വിനയത്തിന്റെ പ്രതീകങ്ങളാണ്. അവരുടെ